ആരും ആ പിടിയാണ്. ഇത് ഈ താളം ലോകത്ത് വേറെ എവിടെയില്ല. മന്ത്രിയും ഇന്ന് പുലിയാണ്. ഇന്ന് പുലിയല്ലാത്ത പുലിയാണ്, മേയറും പുലിയാണ്, എല്ലാവരും പുലിയാണ്. പെൺപുലികൾ ഇങ്ങനെ വരട്ടെ. ഇതിന് ജെൻഡർ വ്യത്യാസമില്ലാത്ത വിധത്തില് പുലികളെ ഹൃദയപൂർവ്വമായിട്ട് കൊണ്ടുപോകാൻ തൃശ്ശൂരിനൊരു മനസ്സുണ്ട്. ആ മനസ്സ് കൊടുക്കുന്ന അംഗീകാരമാണ്. കുഞ്ഞുപുലികൾ, പെൺപുലികൾ, കാർന്നന്മാരായിട്ടുള്ള പുലികൾ എല്ലാം പുലിയാണ്. നമ്മുടെ ഇപ്പൊ അച്ഛനും മകനും പുലിയാണ്. അല്ല, അച്ഛനും മകനും ഉണ്ട്. മന്ത്രിയും ഇന്ന് പുലിയാണ്. ഇന്ന് പുലിയല്ലാത്ത പുലിയാണ്, മേയറും പുലിയാണ്, എല്ലാവരും പുലിയാണ്. ഇന്ന് സാധാരണ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കലുണ്ട്. ഇപ്പോ പുലി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു നഗരം മുഴുവൻ. സാധാരണ പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും വനമന്ത്രിയുടെ നെഞ്ഞത്തൊരു ഇടി ഉണ്ടാവും. ഇന്ന് പുലി ഇറങ്ങാത്ത എന്തെന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വരാജ് റൗണ്ട് ഇത്തവണ കീഴടക്കാൻ 9 പുലി സംഘങ്ങൾ. അതൊരു പുതിയ സംവിധാനമാണ്. പുലി മടകളിലേക്ക് പോകുമ്പോൾ സാധാരണത്തെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ ഇന്നലെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരിന്നലെ പുലിവാലി യാത്ര നടത്തി. സാധാരണ തമ്പുരാനെ പുലിവാലി പിടിക്കല്ലേ എന്നാണ് പറയാ. ഇന്നലെ ഒരു പുലിവാലും കൊണ്ട് ഗ്രാമം മുഴുവൻ നടന്ന് ആളുകളെ ഇറക്കി. ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത അതാണ്. മറ്റതൊക്കെ ലൈം ലൈറ്റിൽ വേദികളിൽ വന്ന് അടിച്ച് തമർക്കലാണെങ്കിൽ ഇത് സാധാരണ കലാകാരന്മാർ നാടറിയിച്ച് നാട്ടിലെ ജനങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് ഇതിനു വേണ്ടി കുറി നടത്തുന്നവരുണ്ട്, ഇതിനു വേണ്ടി സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുന്നവരുണ്ട്. ഇതിനു വേണ്ടി ഈ പുലികളി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം സംഘാടകരായിട്ടുള്ള ആളുകളാണ് ഈ നിൽക്കുന്നത്, കേശവ് പ്രസിഡന്റൊക്കെ. ഇന്ന് വൈകുന്നേരം ഇവരുടെ ആലോചന അടുത്ത തവണ പടയ്ക്കാൻ പറ്റിയ ഐറ്റം എന്തായിരിക്കുന്നതായിരിക്കും. അതായത് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അടുത്ത തവണ പടയ്ക്കാൻ പറ്റിയ സാധനം എന്തായിരിക്കുന്നതായിരിക്കും ഇവരാലോചിക്കുക. പുലിത്താളം കൊണ്ട് ഇന്ന് സ്വരാജ് റൗണ്ട് ഒരു പ്രകമ്പനം കൊള്ളും. പുലിത്താളം കൊണ്ട് പ്രകമ്പനം കൊള്ളുന്നു മാത്രമല്ല, ആരും ആ പിടിയാണ്. ഈ താളം ലോകത്ത് വേറെ എവിടെയില്ല. ഇത് ഉത്ഭവിച്ച ഇവിടെ നിന്നാണ്.